അമേരിക്കയെ എതിർക്കുന്ന സകല രാജ്യങ്ങളിലും ആഭ്യന്തര കലാപം ഉണ്ടാവുകയാണ്. ബംഗ്ലാദേശ്, നേപ്പാൾ അങ്ങനെയുള്ള സകല രാജ്യങ്ങളിലും ആഭ്യന്തര കലാപം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഒരു യൂറോപ്യൻ രാജ്യത്തിലും വലിയ രീതിയിലുള്ള ആഭ്യന്തര കലാപം ഉണ്ടായിരിക്കുകയാണ്. ഈ യൂറോപ്യൻ രാജ്യമെന്ന് പറയുമ്പോൾ യൂറോപ്പ് സമ്പൂർണ്ണമായി അമേരിക്ക ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, അതായത് ട്രംപിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ആഭ്യന്തര കലാപത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഫ്രാൻസിലാണ്. ഫ്രാൻസ് കത്തി എരിയുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഫ്രാൻസ് അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ സർക്കാരിനെതിരെ കടുത്ത രോഷമുണ്ട്. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വം, ജനപ്രീതിയില്ലാത്ത പെൻഷൻ പരിഷ്കാരങ്ങൾ, മുടങ്ങിക്കിടക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്നിവയിൽ ഫ്രാൻസിലെ ജനങ്ങൾ നിരാശരാണ് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അവർ നിരാശയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. കൂടാതെ തൊഴിലവസരങ്ങളുടെ എണ്ണം കുറയുന്നത് ഫ്രാൻസിലെ ജനങ്ങൾക്ക് മറ്റൊരു പ്രഹരം കൂടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ സാധ്യമായ എല്ലാ വഴികളിലൂടെയും പോരാടിയ ജനങ്ങൾ ഒടുവിൽ തെരുവിലിറങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഈ കലാപങ്ങളെല്ലാം ഉണ്ടാകും. ഇപ്പോൾ നേപ്പാളിലായിരുന്നാലും വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്, ബംഗ്ലാദേശിലായിരുന്നാലും വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്. ഫ്രാൻസിലേക്ക് വരുമ്പോൾ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഇവരെല്ലാം തെരുവിലേക്ക് ഇറങ്ങി ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ഒരു കലാപം ഉണ്ടാവുകയാണ്. ഇത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരു കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് ഒരു പ്രോവർബ് ഓർമ്മിപ്പിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. അതായത് ഫ്രാൻസ് തുമ്മുമ്പോൾ യൂറോപ്പിന് സമ്പൂർണ്ണ ജലദോഷം പിടിപെടും എന്നുള്ളതാണ് ആ പ്രോവർബ്. ഫ്രാൻസിലെ പെട്ടെന്നുള്ള ഈ ഒരു ബ്ലോക്ക് എവരിത്തിങ് പ്രസ്ഥാനം പ്രസിഡന്റ് ഇമാനുവൽ മാക്രോന്റെ സർക്കാരിന് പുതിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. പാരീസ് ഉൾപ്പെടെ നിരവധി നഗരങ്ങളിൽ പ്രതിഷേധക്കാർ റോഡുകൾ ഉപരോധിച്ചിട്ടുണ്ട്. പലയിടത്തും തീയിട്ടു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രതിഷേധക്കാർ നനഞ്ഞ വസ്ത്രങ്ങളുമായി പോലീസിനെതിരെ വലിയ രീതിയിൽ തിരിച്ചടിക്കുകയാണ്. അതിനാൽ കണ്ണീർ വാതകം പ്രയോഗിച്ചിട്ടും പ്രതിഷേധങ്ങൾ തുടരുകയാണ്. പ്രതിഷേധത്തിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ 200ഓളം പേരെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിൽ രാജ്യത്തെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 200ഓളം പേരെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറൻ നഗരമായിട്ടുള്ള റന്നസിൽ ഒരു ബസ് കത്തിച്ചു. വൈദ്യുതി ലൈനുകൾ തകർത്തതിനെ തുടർന്ന് തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. സോഷ്യൽ മീഡിയയിലും എൻക്രിപ്റ്റ് ചെയ്ത ചാറ്റുകളിലും ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പൊതുജന പ്രതിഷേധമായി രൂപമെടുത്തിരിക്കുന്നു. സാമൂഹിക ക്ഷേമ ബജറ്റിലെ വെട്ടിക്കുറയ്ക്കലുകളോടുള്ള പൊതുജന രോഷം, സാമൂഹിക അസമത്വം, അതിനോടുള്ള സർക്കാരിൻ്റെ നിസ്സംഗത എന്നിവയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. നേപ്പാളിൽ അഴിമതി, വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, രാഷ്ട്രീയ അസ്ഥിരത എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടാണ് അവിടെയുള്ള ജെൻ സി പ്രസ്ഥാനം യുവാക്കളെ തെരുവിലിറക്കിയത്. ഫ്രാൻസിലും സ്ഥിതി ഏതാണ്ട് സമാനമാണ് എന്നാണ് അറിയാനായി സാധിക്കുന്നത്. പുതിയതായി നിയമിതനായിട്ടുള്ള പ്രധാനമന്ത്രി സെലസ്റ്റിൻ ലെ കോർണോയിലെ അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ രാജ്യവ്യാപകമായി ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. ബ്ലോക്ക് എവരിത്തിങ് എന്ന ഇടതുപക്ഷ ഗ്രൂപ്പാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. മാക്രോണിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള പൊതുജന പ്രതിഷേധത്തിന് അവർ നേതൃത്വം നൽകുന്നു. പുതിയ പ്രധാനമന്ത്രി ലെ കോർണായിലെ 3 വർഷം പ്രതിരോധ മന്ത്രിയായിട്ടാണ് ഇരുന്നത്. പ്രസിഡന്റ് മാക്രോണുമായി അടുത്ത ബന്ധമുള്ളയാളായി ഇയാളെ കണക്കാക്കുന്നു. ഫ്രാൻസിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതയ്ക്കിടെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത്. ഫ്രാൻസിലെ സ്ഥിതി ഒരു പരിധിവരെ മറ്റ് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളുടെയും അവസ്ഥയ്ക്ക് സമാനമാണെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എന്നും വിശകലന വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.